ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ലൈൻ ഈസ് ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ടു ഇൻ്റർസെക്ട് ദ അതർ ടു സൈഡ്സ് ഇൻ ഡിസ്റ്റിങ്ക്ട് പോയിൻറ്റ്സ് then prove that the other two sides are divided into the same ratio. ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. ശരിക്കും ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറമാണ്. ഈ ക്വസ്റ്റ്യൻ എപ്പോഴും സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ഒരു പ്രോബ്ലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ പ്രൂഫ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡിൽ ചെയ്താലേ മാർക്ക് തരുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം. എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ട്. A line is drawn parallel to one side of the triangle. അതായത് ബി സിക്ക് പാരലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു. കണ്ടില്ലേ? ബി സിക്ക് പാരലായിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഡി ഇ ആണെന്ന് വിചാരിക്കേ. ബി സിക്ക് പാരലായിട്ടാണ് ഡി ഇ വരച്ചിരിക്കുന്നത്. ഓക്കെ, then intersect the other two sides at distinct points. ഡിയിലും ഇയിലും വെച്ച് കട്ട് ചെയ്തു. പ്രൂവ് ദാറ്റ് ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡ് ഇൻ ദ സെയിം റേഷ്യോ. എ ഡി ബൈ ഡി ബി പ്രൂവ് ചെയ്യേണ്ടത് അതാണ് കേട്ടോ. എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി ആണെന്ന് പ്രൂവ് ചെയ്യണം. രണ്ട് മെത്തേഡ് ഉണ്ട്. ഒന്ന് സിമിലർ ട്രയാങ്കിളിൻ്റെ മെത്തേഡ്, എങ്കിലും ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇത് പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. ആ പ്രൂഫിൽ തന്നെ നമുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡി ഇ പാരലൽ ടു ബി സി ആണ്. ശരിയല്ലേ? അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കൺസ്ട്രക്ഷൻ ചെയ്യാനുണ്ട്. അത് ആദ്യമേ തന്നെ അങ്ങോട്ട് ചെയ്ത് വെച്ചേക്കാം. കുറച്ച് കൺസ്ട്രക്ഷൻ ഉണ്ട്. ആദ്യം തന്നെ ഡിന്ന് നേരെ സിയിലോട്ടൊന്ന് ജോയിൻ ചെയ്യുക. അത് ആവശ്യം വരും. ബിന്ന് ഇയിലോട്ടും ജോയിൻ ചെയ്യുക. കുറച്ച് കൺസ്ട്രക്ഷൻസ് ആദ്യമേ തന്നെ ചെയ്ത് വെക്കുക. മറന്നു പോകരുത് സ്റ്റെപ്പ്. ഇതിങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഇനിയൊരു കാര്യം, ഒരു കൺസ്ട്രക്ഷനും കൂടി. ഇന്ന് മറന്നുപോവില്ലല്ലോ. ഇന്ന് ഇതിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഇങ്ങനെ ഡോട്ട് ലൈനായിട്ട് വരച്ചാലും മതിയാവും. ഒരു പെർപെൻഡിക്കുലർ വരച്ചു. വല്ല എഫ് എന്നെങ്ങാനും പേര് കൊടുക്കുക ഈ പോയിന്റിന്. അതുപോലെ ഡിന്ന് അങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. നമുക്ക് ജിന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം, ജി. ഇത്രയും കൺസ്ട്രക്ഷൻസ് ആദ്യമേ തന്നെ അങ്ങോട്ട് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ടാണ് സ്റ്റെപ്പുകൾ എഴുതി തുടങ്ങേണ്ടത്. നമുക്ക് ആദ്യം തന്നെ എ ഡി ബൈ ഡി ബി കാണണം അല്ലേ? എ ഡി ബൈ ഡി ബി കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ട്രയാങ്കിളുടെ ഏരിയ വെച്ചിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഓക്കെ, ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഫിഗർ നോക്കിക്കോ. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ കാണാൻ പോവാണ്. ഏതാണെന്ന് മനസ്സിലായല്ലോ? ഏതാണെന്ന് ക്ലിയർ ആയല്ലോ? ദേ നോക്കിയേ, ഇവിടെ നോക്ക്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ, ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ കാണാൻ പോവാണ്. ബി ഡി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ രണ്ട് ട്രയാങ്കിളുടെ ഏരിയയുടെ റേഷ്യോ കാണാൻ പോവാണ്. ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ട്രയാങ്കിളില്ലേ, ഇത് രണ്ടിൻ്റെയും ഏരിയയുടെ റേഷ്യോ കാണാൻ പോവാണ്. ആദ്യം തന്നെ ഈ കാണിച്ചിരിക്കുന്നത് എ ഡി ഇ ഫസ്റ്റ് ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഹാഫ് ഇൻറ്റു ബേസ്. ഈ ഫസ്റ്റ് ട്രയാങ്കിളുടെ ബേസ് എ ഡി ആണ് അല്ലേ? ഫസ്റ്റ് ട്രയാങ്കിളുടെ ബേസ് എ ഡി ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എ ഡിയിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, അതാണല്ലോ ഹൈറ്റ്. എ ഡിയിലോട്ട് വരയ്ക്കുന്ന ഓൾട്ടിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ഇ എഫ് ആണ്. അത് എഴുതി. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ, ഈ താഴെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിൾ ബി ഡി ഇ. ഏരിയ കാണാനുള്ള ഫോർമുല ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബി ഡി ഇയുടെ ബേസ് ബി ഡി ആയിട്ട് എടുക്കാം. ഹൈറ്റോ ബി ഡിയിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബി ഡിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇ ആയിട്ടാണ്. ബി ഡിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഇ ആണ്.
അപ്പോൾ ഇന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആ ഇ എഫ് തന്നെയാണ് ബി ഡിയിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ ചിലപ്പോൾ ബി ഡിയിൽ എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. ബി ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കുക, ഇന്ന് ബി ഡിയിലോട്ട് ഞാനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നോക്കിയപ്പോൾ അത് ഇങ്ങനെയാണ് പോവുക. ഇ എഫ് വിൽ ബി ദ ഓൾട്ടിറ്റ്യൂഡ് ടുവേഡ്സ് ബി ഡി അല്ലേ. ബി ഡിയിലോട്ട് കറക്റ്റായിട്ട് എത്തില്ല, എന്നാലും വി ക്യാൻ സേ ദാറ്റ് ഇ എഫ് ഈസ് ദ ഓൾട്ടിറ്റ്യൂഡ് ഡ്രോൺ ടുവേഡ്സ് ബി ഡി. ബി ഡിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ബി ഡിയുടെ ഡയറക്ഷനിലോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇ എഫ് ഓൾട്ടിറ്റ്യൂഡാണ്, ഹൈറ്റാണ്, ബി ഡിയിലോട്ട് വരയ്ക്കുന്ന ഹൈറ്റാണ് ഇ എഫ്. ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് ചെയ്തു വരുമ്പോൾ ഇ എഫും ഇ എഫും ക്യാൻസലായി പോവും, 1/2 ക്യാൻസലായി പോവും, എ ഡി ബൈ ബി ഡി കിട്ടും. എ ഡി ബൈ ബി ഡി ഇക്വേഷൻ നമ്പർ 1. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഇക്വേഷൻ നമ്പർ 1 കിട്ടി. ഇനി നമ്മൾ വേറെ ഏരിയ കമ്പയർ ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ വേറെ ട്രയാങ്കിൾ എടുക്കാൻ പോവാണ്. ഏരിയ ഓഫ് എ ഡി ഇ നേരത്തെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഞാൻ വീണ്ടും ഹൈലൈറ്റ് ചെയ്യാണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഞാൻ ആദ്യമേ തന്നെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. വേറെ 2 ട്രയാങ്കിളുടെ ഏരിയയും കൂടി നമ്മൾ കാണാൻ പോവാണ്. ആദ്യം തന്നെ ഈ ട്രയാങ്കിൾ നോക്കിയേ. ഇതെന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ. ഇതിനു മുമ്പ് നമ്മൾ എടുത്ത ട്രയാങ്കിൾ തന്നെയാണ് ഇതും. ഇനി ഞാൻ വേറൊരു ട്രയാങ്കിളാണ് എടുക്കുന്നത്, അതിൻ്റെ താഴെ വരുന്നത്, റൈറ്റ് സൈഡിൽ അതിന് താഴെ വരുന്നത് ഇത്. ഈ 2 ട്രയാങ്കിളുടെ ഏരിയയുടെ റേഷ്യോ ഞാൻ എടുക്കാൻ പോവാണ്. നേരത്തെ എടുത്ത ട്രയാങ്കിൾ ഓർമ്മയുണ്ടല്ലോ. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് ഈ 2 ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളുടെ റേഷ്യോയാണ്. അതേതൊക്കെയാണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി. ഈ റേഷ്യോ കാണാൻ പോവാണ്. എ ഡി ഇ എന്ന് പറഞ്ഞ ട്രയാങ്കിള് ഞാൻ ബേസ് എ ഇ ആയിട്ട് എടുത്തോട്ടെ. അപ്പോൾ എ ഡിയുടെ ഏരിയ ഹാഫ് ഇൻറ്റു എ ഇ ഇൻറ്റു ഹൈറ്റ്, എ ഇയിലോട്ട് വരയ്ക്കുന്ന ഹൈറ്റ് ഡി ജി അല്ലേ. നോക്കിയേ, ഡി ജി അല്ലേ. ബേസ് ഞാൻ എ ഇ ആയിട്ട് എടുത്തപ്പോൾ ഹൈറ്റ് ഡി ജി ആണ്. താഴെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി. ഡി ഇ സിയുടെ ഏരിയ എന്ന് പറയുമ്പോൾ ബേസ് ഞാൻ ഇ സി ആയിട്ട് എടുത്തു, ഹാഫ് ഇൻറ്റു ഇ സി. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇ സിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ ഡി എടുക്കുക. അവിടെ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, ഇ സിയുടെ ഡയറക്ഷനിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. അത് ഇ സിയിൽ എത്തണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇ സിയിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇ സിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയ ഡി എന്ന് ഇ സിയുടെ ഡയറക്ഷനിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. അപ്പോൾ ഇ സിയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡി ജി ആണ്. ഇവിടെയും ആരൊക്കെ വെട്ടിപ്പോവും? ഡി ജിയും പോവും, ഹാഫും പോവും. ഇവിടെ എ ഇ ബൈ ഇ സി കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇവിടെ നോക്കിയാൽ ഇക്വേഷൻ 1ഉം 2ഉം നോക്ക്. അപ്പോൾ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തത് മായ്ക്കുകയാണ്. ഓക്കെ, ഇവിടെ നോക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ ഏരിയ ഓഫ് എ ഡി ഇ, ഇവിടെയും ഏരിയ ഓഫ് എ ഡി ഇ. ന്യൂമറേറ്റർ രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ ഡിനോമിനേറ്റർ നോക്കിയേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ അല്ലേ. ഫസ്റ്റ് ഇക്വേഷനിലെ ഡിനോമിനേറ്റർ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ. ഞാനതൊന്നും ഇവിടെ എഴുതട്ടെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ. ഇവിടെ ഇക്വേഷൻ 2ൻ്റെ ഡിനോമിനേറ്റർ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി. ഇത് രണ്ട് സെയിം ആണ്. എന്താണ് കാരണം എന്ന് പറയാൻ പറ്റുമോ? ഏതൊക്കെ ട്രയാങ്കിൾ ആണെന്ന് മനസ്സിലായോ? ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരാം. ഫസ്റ്റ് ഇക്വേഷൻ്റെ ഡിനോമിനേറ്ററിൽ, സെക്കൻഡ് ഇക്വേഷൻ്റെ ഡിനോമിനേറ്റർ, ഈ ടേമും സെയിം തന്നെയാണ്. അതിനുള്ള കാരണം പറഞ്ഞുതരാം. ഞാനത് ആദ്യം ഒന്ന് ഹൈലൈറ്റ് ചെയ്യട്ടെ.
ഓക്കെ, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ഏരിയയും കൂടി ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, കൺഫ്യൂഷൻ ആവില്ലല്ലോ. ഏരിയ ഓഫ് ബി ഡി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ബി ഡി ഇ ഇത് മുഴുവനും കണ്ടില്ലേ, ബി ഡി ഇ. ഏരിയ ഓഫ് ഡി ഇ സി എന്ന് പറഞ്ഞാലോ ഡി ഇ സി ഇത് മുഴുവനും കണ്ടല്ലോ, ഡി ഇ സി. ഈ രണ്ട് ഏരിയയും സെയിം ആണ്. കാരണം ഈ രണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിനും ഒരേ ബേസാണ് ഡി ഇ. ഈ രണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ട്രയാങ്കിളിനും ഒരേ ബേസാണ് ഡി ഇ. ഹൈറ്റും സെയിം ആയിരിക്കും. കാരണം ഞാനിതൊന്നിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോയി, ഡി ഇ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏത് ട്രയാങ്കിളുടെ, ഈ റൈറ്റ് സൈഡിലുള്ള ട്രയാങ്കിളുടെ ഹൈറ്റ് ഇതാണ്. ബേസ് ഡി ഇ ആയിട്ട് എടുത്തു, ഹൈറ്റ് ഇത് വരും. ഇനി ലെഫ്റ്റ് സൈഡിലുള്ള ട്രയാങ്കിളുടെ ബേസ് ഡി ഇ തന്നെയാണ്, ഹൈറ്റോ ഹൈറ്റ് ഇതാണ്. ഇതാണ് ഈ ഹൈറ്റും സെയിം ആണ്. കാരണം ഇത് രണ്ട് പാരലായിട്ട് വരച്ചിരിക്കുന്നത് കൊണ്ട് ഈ രണ്ട് ഹൈറ്റും സെയിം ആണ്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് ബി ഡി ഇ എന്ന് പറഞ്ഞ ട്രയാങ്കിളിനും ഡി ഇ സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിനും ഒരേ ബേസാണ് ഡി ഇ, ഒരേ ഹൈറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബേസും ഹൈറ്റും ഒരുപോലെ ആയതുകൊണ്ട് ഈ രണ്ട് ഏരിയയും സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെയും സെക്കൻഡ് ഇക്വേഷൻ്റെയും ഡിനോമിനേറ്റർ പരസ്പരം ഈക്വൽ ആണ്. ന്യൂമറേറ്റർ അല്ലെങ്കിൽ ഈക്വൽ തന്നെയാണ്. ഡിനോമിനേറ്ററും ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് 1ഉം 2ഉം സെയിം തന്നെയാണ്. ഇക്വേഷൻ 1ൻ്റെയും ഇക്വേഷൻ 2ൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്ററും സെയിം ആണ്. ഓക്കെ, ന്യൂമറേറ്ററും സെയിം ആണ്. അപ്പോൾ 1ഉം 2ഉം സെയിം തന്നെയാണ്. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന റേഷ്യോ എ ഡി ബൈ ബി ഡി. ആൻഡ് ഇക്വേഷൻ 2ൽ പറയുന്ന റേഷ്യോ എ ഇ ബൈ ഇ സി. ഇത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതാണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഓക്കെ.